Relatively prime numbers. Okay, so welcome to the new session. Now, ഞാൻ നേരത്തെ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇൻറ്റിജേഴ്സ്, ടു ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി, നോട്ട് ബോത്ത് ഓഫ് വിച്ച് ആർ സീറോ, രണ്ടും സീറോ ആവരുത്. ദേ ആർ സെറ്റ് ടു ബി റിലേറ്റീവ്ലി പ്രൈം ഇഫ് ദെയർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഈസ് 1. ദാറ്റ് ജി സി ഡി ഈസ് 1. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ജി സി ഡി 1 ആണെങ്കിൽ, അതായത് ആ രണ്ട് നമ്പറിന് 1 അല്ലാതെ വേറെ ഒരു നമ്പർ കൊണ്ട് രണ്ടിനെയും ഒരുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ 3 and 5, 3 and 7, 5 and 9, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. 1 കൊണ്ട് മാത്രമേ കോമൺ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോമണായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള നമ്പേഴ്സ് വിളിക്കുന്ന പേരാണ് എന്ത്? ദേ ആർ സെറ്റ് ടു ബി റിലേറ്റീവ്ലി പ്രൈം. സോ ടു ഇൻറ്റിജേഴ്സ് ആർ സെറ്റ് ടു ബി റിലേറ്റീവ്ലി പ്രൈം ഇഫ് ദെയർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് ആൻഡ് ജി സി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, സോ ചെയ്ത തിയറം 1. ലെറ്റ് എ ആൻഡ് ബി ബി ഇൻറ്റിജേഴ്സ് നോട്ട് ബോത്ത് സീറോ, രണ്ടും സീറോ ഇല്ലാത്ത രണ്ട് നമ്പേഴ്സ് എയും ബി എടുക്കുക. അത് ഒരെണ്ണം സീറോ എല്ലാം കുഴപ്പമില്ല നടത്തും. Then a and b are relatively prime if and only if their exists integers x and y such that 1 equal to x plus by. അപ്പോൾ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആവണമെന്നുണ്ടെങ്കിൽ അവർ പറയുകയാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ക്യാൻ റൈറ്റ് 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദീസ് നമ്പേഴ്സ്. സോ രണ്ട് ഇൻറ്റീജേഴ്സ് എടുക്കുക, എന്നിട്ട് 1 എന്ന് പറയുന്ന ഇൻറ്റീജറിനെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് എയും ബിയും എന്താണെന്ന് പറയാൻ പറ്റും, നമുക്ക് ഇത് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് എ ആൻഡ് ബി ബി ടു ഇൻറ്റിജേഴ്സ് ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം. സോ നമുക്ക് അത് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതണം? വി ഹാവ് ടു റൈറ്റ് 1 is equal to ax plus by നമുക്ക് എഴുതേണ്ടി വരും. ഓക്കെ, സോ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് അസ്യൂം ചെയ്യാം. റിലേറ്റീവ് പ്രൈം ആണെങ്കിൽ അവിടെ ജി സി ഡി എന്താണ്? 1 ആണ്. ദെൻ ജി സി ഡി ഈസ് 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചൊരു തിയറം അനുസരിച്ച് എയുടെയും ബിയുടെയും ജി സി ഡി ഡി ആണെങ്കിൽ ഡിയിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും. ഇവിടെ ജി സി ഡി 1 ആയതുകൊണ്ട് നമുക്ക് ആ തിയറം അനുസരിച്ച് എന്ത് പറയാൻ പറ്റും? 1നെ എനിക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റും. അതാണ് ബൈ തിയറം 1 ഓഫ് സെക്ഷൻ 3 എന്നാണ് പറയണേ. അവിടെ പഠിച്ചത് എയും ബിയും ഏത് രണ്ട് ഇൻറ്റീജേഴ്സ് എടുത്താലും അവയുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ജി സി ഡി ഡി എന്ന നമ്പർ ആണെങ്കിൽ ആ ഡീനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇവിടെ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, അതുകൊണ്ട് അവിടെ ജി സി ഡി 1 ആണ്. പക്ഷേ ആ തിയറം അനുസരിച്ച് ജി സി ഡി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1നെ എക്സ് പ്ലസ് ബി വൈ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് ഇസ് ഡൺ. അടുത്തത് 1നെ എനിക്ക് എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് കാണിക്കണം? എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, അത് 1 അല്ലാതെ വേറെ ഒരു നമ്പർ കൊണ്ടും എനെയും ബിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ അസ്യൂം ദാറ്റ് 1 is equal to ax plus by, that is there exists integers x and y such that 1 is equal to ax plus by. Now എയുടെയും ബിയുടെയും ജി സി ഡി ഡി ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് കാണിക്കണം? വി ഹാവ് ടു ഷോ ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു 1 കാണിച്ചാൽ വി ആർ ഡൺ. ഓക്കെ, നൗ അസ്യൂം ദാറ്റ് ജി സി ഡി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു ഡി. ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ജി സി ഡിയുടെ ഡെഫിനിഷൻ പ്രകാരം ഡി എന്ത് ചെയ്യും? എനെയും ഡിവൈഡ് ചെയ്യും, ബിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ? ബിക്കോസ് ജി സി ഡി ആണ്, അത് എയുടെയും ബിയുടെയും കോമൺ ആയിട്ട് ഡിവൈസർ ആയിരിക്കണം. അതുകൊണ്ട് ഡി വിൽ ഡിവൈഡ് എ ആൻഡ് ഡി വിൽ ഡിവൈഡ് ബി. Now d divides a and d divides b implies d divides ax plus by. അപ്പോൾ d എന്തിനെ ഡിവൈഡ് ചെയ്യും? ax plus byനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ? എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുമെങ്കിൽ ax plus byനെ d ഡിവൈഡ് ചെയ്യണം. സോ d divides ax plus by, ദിസ് ഇസ് ഡൺ. പക്ഷേ ax plus by എന്താണ്? 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? d divides 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ d divides 1 എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. സോ നൗ ഡി എന്ന് പറഞ്ഞാൽ ജി സി ഡി ആണ്. ജി സി ഡി എപ്പോഴും പോസിറ്റീവ് ആവുന്ന ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡി ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്, അത് 1നെ ഡിവൈഡ് ചെയ്യുന്ന പോസിറ്റീവ് ഇൻറ്റിജറാണ് എന്നതുകൊണ്ട് ഡിക്ക് എന്താവേണ്ട വരും? 1 ആവേണ്ട വരും അല്ലേ? 1നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതുകൊണ്ട് ഡി എന്താവേണ്ട വരും? 1 ആവേണ്ട വരും. സോ ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ഡി എന്നുള്ള അസംഷനിൽ ഇതെന്താണ്ട് വരും? ഈ ഡി എന്താവേണ്ട വരും? ഡി ഷുഡ് ബി ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെ ആവേണ്ട വരും. അപ്പോൾ നമുക്ക് അതോടെ പ്രൂഫ് കഴിയും. അപ്പോൾ ജി സി ഡി ഓഫ് എ ബി 1 ആവും. ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ലീസ്റ്റ് പ്രൈം അല്ല, റിലേറ്റീവ്ലി പ്രൈം നമുക്ക് എന്ത് പറയാൻ പറ്റും? എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് നമുക്ക് അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സി ദ നെക്സ്റ്റ് കൊറോളറി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു ഡി, ദാറ്റ് ജി സി ഡി ഓഫ് എ ബൈ ഡി ആൻഡ് ബി ബൈ ഡി ഈസ് ഈക്വൽ ടു 1. എയുടെയും ബിയുടെയും ജി സി ഡി ആണ് ഡി എങ്കിൽ എ ബൈ ഡി ആൻഡ് ബി ബൈ ഡി ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ജി സി ഡി എന്തായിരിക്കും? 1 ആയിരിക്കും. എ ബൈ ഡി ഒരു ഇൻറ്റീജർ ആവും, കാരണം എന്താ? എനെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പറാണ് ഡി. അപ്പോൾ 6നെ ഡിവൈഡ് ചെയ്യും 2, അതുകൊണ്ട് 6/2 എന്തായിരിക്കും? 3 ഒരു പ്രോപ്പർ ഇൻറ്റിജർ ആണല്ലോ. സോ 6/2 ഒരു ഇൻറ്റിജർ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ എ ബൈ ഡി നിൽക്കുന്നത്. ഓക്കെ,
ഓക്കെ, എനെ പ്രോപ്പറായി ഡിവൈഡ് ചെയ്യും ഡി, ബീനെയും ഡിവൈഡ് ചെയ്യും ഡി. അതുകൊണ്ട് എ ബൈ ഡിയും ബി ബൈ ഡി എന്താണ്? ഒരു ഇൻറ്റീജേഴ്സാണ്. എ ബൈ ഡി ഒരു ഇൻറ്റീജറാണ്, ബി ബൈ ഡി വേറെ ഇൻറ്റീജറാണ്. ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ജി സി ഡി 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഏത് രണ്ട് ഇൻറ്റീജേഴ്സ് എടുത്താലും അതിൻ്റെ ജി സി ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻറ്റീജേഴ്സ് എപ്പോഴും എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. സോ ജി സി ഡി ഓഫ് എ ബി ഡി ആണ്. അപ്പം ബൈ തിയറം 1 വി ക്യാൻ റൈറ്റ് ഡി ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ബിക്കോസ് ബൈ തിയറം 1 ജി സി ഡി നമുക്ക് എയുടെയും ബിയുടെയും ടേംസിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡി, ഈ ഇക്വേഷനെ ഡി കൊണ്ട് കോമൺ ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക ഇവിടെ. അപ്പോൾ എന്ത് കിട്ടും? എൽ എച്ച് എസ് ഡി ബൈ ഡി 1 ആവും, ആർ എച്ച് എസ് എന്താവും? എ ബൈ ഡി എഫ് എക്സ് പ്ലസ് ബി ബൈ ഡി എഫ് വൈ നമുക്ക് കിട്ടും. എ ബൈ ഡി എഫ് എക്സ് പ്ലസ് ബി ബൈ ഡി എഫ് വൈ. ഡി is a divisor of A and D is a divisor of B. So therefore D divides A and D divides B. Therefore A by D and B by D are integers. Therefore we can write, so this means what? 1 is equal to A by D x and B by D where B by D y where A by D and B by D are integers. Therefore 1 is equal to A by D x plus B by D y implies A by D and B by D are റിലേറ്റീവ്ലി പ്രൈം. കാരണം അത് ഇൻറ്റീജേഴ്സ് ആണ്, അത് റേഷ്യോ പോലെ കിടക്കത്തില്ല. ബിക്കോസ് ഡി ഇസ് എ പ്രോപ്പർ ഡിവൈസർ ഓഫ് എ ആൻഡ് ഡി ഇസ് എ പ്രോപ്പർ ഡിവൈസർ ഓഫ് ബി. Therefore ജി സി ഡി ഓഫ് എ ബൈ ഡി ബി ബൈ ഡി ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ജി സി ഡി ഓഫ് എ ബൈ ഡി ബി ബൈ ഡി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നോ സി ദ നെക്സ്റ്റ് corollary. ഇഫ് എ ഡിവൈഡ് സി ആൻഡ് ബി ഡിവൈഡ് സി, എയും ബിയും സീനെ ഡിവൈഡ് ചെയ്യും. ആൻഡ് ജി സി ഡി ഓഫ് എ ബി 1 ആണെങ്കിൽ എ ബിയും സീനെ ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കണം. എ സീനെ ഡിവൈഡ് ചെയ്യും, ബി സീനെ ഡിവൈഡ് ചെയ്യും, എയുടെയും ബിയുടെയും ജി സി ഡി 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സീനെ ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കണം. എ വിൽ ഡിവൈഡ് സി, ബി വിൽ ഡിവൈഡ് സി, എ ബി എ കോമ ബിയുടെ ജി സി ഡി 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി വിൽ ഡിവൈഡ് സി നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നോക്കൂ, ലെറ്റ് എ ഡിവൈഡ് സി ആൻഡ് ബി ഡിവൈഡ് സി, ദെൻ ദ എക്സസ് ഇൻറ്റീജേഴ്സ് ആർ ആൻഡ് എസ് എസ് അല്ലേ. സി ഇപ്പം എന്താണ്? എയുടെയും മൾട്ടിപ്പിളാണ്, ബിയുടെയും മൾട്ടിപ്പിളാണ്. സോ സി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ആർ പ്ലസ് ബി എസ് എഴുതാൻ പറ്റും അല്ലേ? എ ആർ പ്ലസ് അല്ല, സീനെ എ ആർ എന്ന് എഴുതാൻ പറ്റും, സീനെ ബി എസ് എന്ന് എഴുതാൻ പറ്റും. ബിക്കോസ് എ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, ബി കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ സി ക്യാൻ ബി ഓഫ് ദ ഫോം എ ആർ ആൻഡ് ബി എസ്. ജി സി ഡി ഓഫ് എ ബി 1 ആണ് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. ദെർഫോർ ദർ എക്സസ് ഇൻറ്റീജേഴ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് 1 is equal to a x plus b y. ഈ 1 equal to a x plus b y എന്നുള്ള ഇക്വേഷനെ യു മൾട്ടിപ്ലൈ വിത്ത് സി. സോ യു ഗെറ്റ് സി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ അല്ലേ. 1 is equal to a x plus b y എന്ന് പറഞ്ഞ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ബൈ സി, വി ഗെറ്റ് സി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എ എക്സ് പ്ലസ് ബി വൈ എന്ന് എഴുതാൻ പറ്റും. അതായത് എ സി എക്സ് പ്ലസ് ബി സി വൈ ഒന്ന് വൃത്തിയായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സി എക്സ് പ്ലസ് ബി സി വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അവിടെ സി എന്ന് പറഞ്ഞ ആ നമ്പറിന് ഇൻ ടേംസ് ഓഫ് ബി എഴുതുക. സോ ബി എസ് അവിടെ റീപ്ലേസ് ചെയ്തു, സി ഇസ് റീപ്ലേസ് ബൈ ബി എസ്. ഈ ബി സി വൈയിൽ സീന് എന്ത് എഴുതുക? എയുടെ ടേംസ് എക്സ്പ്രസ് ചെയ്യുക. സോ ബി എ ആർ വൈ എന്ന് എഴുതാൻ പറ്റി. ഉണ്ടോ? എ ബി എസ് എക്സ് ആൻഡ് ബി എ ആർ വൈ എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ രണ്ട് ടേമിൽ ആരുണ്ട്? എ ബി എന്നുള്ള ടേം കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ബി ഓഫ് എസ് ആർ പ്ലസ് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും, എസ് എക്സ് പ്ലസ് ആർ വൈ എന്ന് എഴുതാൻ പറ്റും അല്ലേ. Therefore this is equal, therefore we could write C is equal to AB of AB into SX plus RY. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റി. ഇനി എസ്സും ആറും എക്സും വൈയും ഒക്കെ എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. അതുകൊണ്ട് എസ് എക്സ് പ്ലസ് ആർ വൈ എന്താണ്? ഇൻറ്റീജറാണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ബി എന്ന് എഴുതാൻ പറ്റി അല്ലേ. സി ഈസ് മൾട്ടിപ്പിൾ ഓഫ് എ ബി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എ ബി ഡിവൈഡ്സ് സി എന്നല്ലേ അർത്ഥം. എ ബിയുടെ മൾട്ടിപ്പിളാണ് സി എന്നുണ്ടെങ്കിൽ എനിക്ക് സീനെ എ ബി കൊണ്ട് പ്രോപ്പറായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് യൂക്ലിഡ്സ് ലെമ്മ. സോ ഇഫ് എ ഡിവൈഡ്സ് ബി സി വിത്ത് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ദെൻ എ ഡിവൈഡ് സി. എ ബി സിനെ ഡിവൈഡ് ചെയ്യും, എ ബിയുടെ ജി സി ഡി 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സീനെ എ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറയണം കേട്ടോ. ബി സീനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എയുടെയും ബിയുടെയും ജി സി ഡി 1 ആണ്. അങ്ങനെയാണെങ്കിൽ സീനെ എന്ത് ചെയ്യും? എ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ സിൻസ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1, എ ബിയുടെ ജി സി ഡി 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് 1 ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. ദെർഫോർ വി ക്യാൻ റൈറ്റ് 1 ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ ഫോം എഴുതാൻ പറ്റി. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ വിത്ത് ബോത്ത് സൈഡ്സ് വിത്ത് സി. ഈ ഇക്വേഷൻ രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? സി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് സി ഈസ് ഈക്വൽ ടു എ എക്സ് സി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി എക്സ് പ്ലസ് ബി സി വൈ നമുക്ക് എഴുതാൻ പറ്റി. എ സിനെയും എ ഡിവൈഡ് ചെയ്യും അല്ലേ. എ സിനെ ഡിവൈഡ് ചെയ്യും, ബി സിനെ ഡിവൈഡ് ചെയ്യും. എ വിൽ ഡിവൈഡ് എ സി ആൻഡ് എ വിൽ ഡിവൈഡ് ബി സി. എ വിൽ ഡിവൈഡ് ബി സി നമുക്ക് തന്നിട്ടുണ്ട്. എ സിന് ഉറപ്പായിട്ടും എ ഡിവൈഡ് ചെയ്ത് നമുക്കറിയാം, ബിക്കോസ് എ അതിൽ ഫാക്ടർ ആയിട്ട് ഉണ്ടല്ലോ. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യും? വി ക്യാൻ സേ ദാറ്റ് എ ഡിവൈഡ്സ് എ സി എക്സ് പ്ലസ് ബി സി വൈ അല്ലേ. ഇവിടെ എ സിനെ ഡിവൈഡ് ചെയ്യും, ബി സിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എ ഡിവൈഡ്സ് എ സി എക്സ് പ്ലസ് ബി സി വൈ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എ ഡിവൈഡ്സ് എ സി എക്സ് പ്ലസ് ബി സി വൈ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ സി എക്സ് പ്ലസ് ബി സി വൈ?
എ സി എക്സ് പ്ലസ് ബി സി വൈ എ സി എക്സ് പ്ലസ് ബി സി വൈ ആണ് നമ്മുടെ ആര് സി ഉണ്ടോ, സി ഇസ് ഈക്വൽ ടു എ സി എക്സ് പ്ലസ് ബി സി വൈ ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡ്സ് എ സി എക്സ് പ്ലസ് ബി സി വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു സെയിങ് ദാറ്റ് എ ഡിവൈഡ്സ് സി. Okay, so this is a very simple proof. Just go through it. Okay, now go through the remarks also. Remark are called examples. Simple examples are go through these examples. Do the problems also. If GCD of AB equal to 1, GCD of AC is equal to 1, then prove that GCD of ABC is equal to 1. GCD of AB 1 നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 equal to AX plus BY എന്ന് എഴുതാൻ പറ്റും. Similarly, since GCD of AC 1 തന്നിട്ടുണ്ട്, so നമുക്ക് 1 is equal to AU plus CV ആണ്. ഇവിടെ here there is a small mistake. This is not BV, തെറ്റാണ്. This is CV. Okay, CV ആണത്. Therefore AX plus BY is equal to AU plus CV നമുക്ക് അവിടെ this is right. Now നമുക്ക് രണ്ട് 1 ആണല്ലോ, 1 ആയതുകൊണ്ട് നമുക്ക് അതിനിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Therefore 1 is equal to AX plus BY into AU plus CV അങ്ങനെ എഴുതാമല്ലോ, ബിക്കോസ് രണ്ടും 1 തന്നെയാകുമ്പോൾ I can write 1 is equal to 1 into 1. So AU plus BY AX plus BY 1 ആണ്, AU plus CV 1 ആണ്. സോ രണ്ടും 1 ആയതുകൊണ്ട് I can write 1 is equal to AX plus BY into AU plus CV. അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. A ഇൻറ്റു എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, BC ഇൻറ്റു YV എന്ന് പറഞ്ഞിടത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കും. അടുത്ത് AUX plus CVX plus BYU എന്ന് പറയുന്ന ആ ഒരു ഭാഗം. ഓക്കെ, ഈ ഭാഗം നമ്മുടെ ഈ ഒരു പോർഷൻ, ആ ഒരു പോർഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതായത് നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഈ പോർഷൻ സി എ ഇൻറ്റു ദിസ് വൺ, അതിൽ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ ഭാഗമാണ് പറയുന്നത് AUX plus CVX plus BYU ആൻഡ് YV. ഇതൊക്കെ എന്താണ്, ഇൻറ്റീജേഴ്സാണ്. കാരണം എയും യുവും എക്സും സിയും വിയും ബിയും വൈയും ഒക്കെ എന്താണ്, ഇൻറ്റീജേഴ്സാണ്. അതുകൊണ്ട് ആ ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ കാണുന്നതൊക്കെ എന്താണ്, ഇൻറ്റീജേഴ്സാണ്. അതുകൊണ്ട് സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റി, നൗ വി റോട്ട് 1 is equal to a linear combination of A and BC. എയുടെയും BCയുടെയും ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റി 1നെ ഉണ്ടോ, A ഇൻറ്റു സംതിങ് പ്ലസ് BC ഇൻറ്റു സംതിങ്. എയുടെയും BCയുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് 1 എഴുതാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പഠിച്ച ഒരു തീരം അനുസരിച്ച് അങ്ങനെ 1നെ എനിക്ക് ഏതെങ്കിലും 2 നമ്പറിൻ്റെ GCD എഴുതാൻ പറ്റുവാണെങ്കിൽ ആ 2 നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ച് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്താവും, GCD of A and BC is equal to 1 നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അല്ലെങ്കിൽ എയും ബിസിയും റിലേറ്റീവ്ലി പ്രൈം ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സെക്കൻഡ് പ്രോബ്ലം എന്താ പറയുന്നത്, GCD of A plus B and A minus B equal to 1 or 2 നമുക്ക് കാണിക്കണം. ABയുടെ GCD 1 ആണ്, ACയുടെ GCD 1 ആണ്. അങ്ങനെയാണെങ്കിൽ A plus B, A minus Bയുടെ GCD 1 അല്ലെങ്കിൽ 2 ആണെന്ന് നമുക്ക് കാണിക്കണം. ഓക്കെ, സോ D is the GCD of A plus B and A minus B. A plus B, A minus B ആണെന്ന് വിചാരിക്കുക. D എന്നുള്ള നമ്പർ GCD നമുക്ക് എന്ത് കാണിക്കും, D is equal to 1 or 2 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി D will divides A plus B, D will divide A minus B. Okay, now D divides A plus B and D divides A minus B implies രണ്ടിനെയും D ഡിവൈഡ് ചെയ്യുമെങ്കിലേ A plus Bനെയും A minus Bനെയും D ഡിവൈഡ് ചെയ്യുമെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെയും D ഡിവൈഡ് ചെയ്യണമല്ലോ. 2 നമ്പറിനെ D ഡിവൈഡ് ചെയ്യുമെങ്കിൽ രണ്ടിനെ ആഡ് ചെയ്താലും ആ നമ്പറിനെ എന്ത് ചെയ്യും, D ഡിവൈഡ് ചെയ്യും. അപ്പോൾ A plus B plus A minus Bനെയും ആര് ഡിവൈഡ് ചെയ്യണം, D ഡിവൈഡ് ചെയ്യും. മൈനസ് ചെയ്താൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. സോ A plus B minus A minus Bനെ D ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2Aനെ D ഡിവൈഡ് ചെയ്യണം, 2Bനെയും D ഡിവൈഡ് ചെയ്യണം. സോ D will divide 2A, D also divides 2B. Therefore D is less than or is equal to 2Aയുടെയും 2Bയുടെയും GCDനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും D. കാരണം D is a ഡിവൈസറെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. D 2Aയുടെയും 2Bയുടെയും GCD എന്ന് പറഞ്ഞിട്ടില്ല. 2Aയുടെയും 2Bയുടെയും GCD ആണ് D എന്ന് നമുക്ക് അസംഷൻ ഇല്ല. പക്ഷേ 2Aനെയും 2Bനെയും ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡിവൈസറാണെന്ന് മാത്രമേ ഉള്ളൂ. Now D is a common divisor of 2A and 2B. പക്ഷേ 2Aക്കും 2Bക്കും ഒരു GCD ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ എന്തായാലും ചെറുതായിരിക്കും D, ബിക്കോസ് D ഒരു കോമൺ ഡിവൈസർ ആണല്ലോ. സോ D is less than or equal to GCD of 2A, 2B. സോ 2A, 2B എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു GCD of AB നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പക്ഷേ GCD of AB എന്ന് നമുക്ക് അറിയാം, നമുക്ക് 1 ആണ് നമ്മുടെ തിയറത്തിൻ്റെ അസംഷനിലുണ്ട്. അതുകൊണ്ട് D is less than or equal to 2 എന്ന് എഴുതാൻ പറ്റും. കണ്ടോ, D is less than or equal to 2 എന്ന് എഴുതാൻ പറ്റും. D is GCD ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് D is either 1 or 2 നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്.